മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു. വെന്റിലേറ്റർ സഹായവും ദീർഘനേരം നീണ്ടുനിൽക്കുന്ന ഡയാലിസിസും തുടരുമെന്ന് പുതിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. നിലവിലെ ചികിത്സ തുടരാൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ ചികിത്സയിൽ ഉചിതമായ മാറ്റം വരുത്താനും തീരുമാനിച്ചു. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? ജിൽസി, എന്തായാലും വി.എസ്. അച്യുതാനന്ദൻ്റെ ആരോഗ്യസ്ഥിതി നേരത്തെ ഉണ്ടായിരുന്ന സമാനമായ രീതിയിൽ തന്നെ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ഇന്നിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനും വ്യക്തമാക്കുന്നത്. വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് നിലവിൽ ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഡയാലിസിസ് നടത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡയാലിസിസ് തന്നെയായിരുന്നു നടത്തിയിരുന്നത്. അത് ഇടയ്ക്ക് നിർത്തിയിരുന്നു. പക്ഷേ വീണ്ടും അത് തുടരാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആൻറ്റിബയോട്ടിക്കിൻ്റെയും സഹായം തോടെയാണ് മരുന്നുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ബുള്ളറ്റിൻ പ്രകാരം പറയുന്നത്. എന്തായാലും ആവശ്യമെങ്കിൽ ഏത് തരത്തിൽ മാറ്റം വരുത്താനുള്ള തീരുമാനമെടുക്കാനും നേരത്തെ മെഡിക്കൽ കോളേജിലെത്തിയ വിദഗ്ധ സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലെ ചികിത്സ ഇപ്പോഴും തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ചികിത്സയാണ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വി.എസ്. അച്യുതാനന്ദൻ്റെ അവസ്ഥ നിലവിൽ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ജിൽസി. ശരി വിജിൻ.